വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ പി വി അൻവർ മുൻ MLA ഉണ്ട്. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനൊരു MLA ആണ് കാരണഭൂതൻ. ഇപ്പൊ എങ്ങനെയുണ്ട് അതിനി പറയരുത്. മുൻ MLA കഴിഞ്ഞു, ജനങ്ങൾ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 9 ഇപ്പൊ എണ്ണിയ പി വി അൻവർ MLA ആണ്. എന്ത് തർക്കം. അപ്പൊ അതുകൊണ്ട് ഇനി പറയുമ്പോ അങ്ങനെ വിവരങ്ങൾ കിട്ടുന്നത് എങ്ങനെയുണ്ട്? പോളിംഗ് ഒക്കെ വിവരമൊക്കെ കിട്ടി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങല്ലേ. ഒരു വിവരം കിട്ടാനില്ല. പിണറായി സത്തിനെതിരെയുള്ള അവസാനത്തെ അണിയടിക്കും. അതിന്റെ ഇന്ന് എന്താ പറയുക, ദൈവം എന്ന് പറയുന്ന ശക്തി, ആ ശക്തി ഇന്ന് രാവിലെ 3:30 മണിക്ക് പാലക്കാട് മുണ്ടൂരിലെ വീട്ടിൽ കിടന്നുറങ്ങുന്ന കുമാരൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ ആന വീട്ടിന്റെ അകത്ത് മുറ്റത്ത് കയറി ചവിട്ടിക്കൊന്ന്. മനസ്സിലായ? അത് ദൈവം കൊടുക്കുന്ന മെസ്സേജാ ഈ വോട്ടർമാർക്ക്. ആ ഭീതിയിലായി നാട്ടിലെ ജനങ്ങള്. അത് തന്നെയാണ് വോട്ട്. മനസ്സ ഇവിടെ വന്നിട്ട് മരുമാനും അമ്മായിയപ്പനും കുലുക്കിയിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല. ഭയപ്പാടിലാണ് ജനം. മനസ്സിലായില്ലേ? അപ്പൊ ആ ഭയപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിക്കോട്ടെ. എന്തായിരിക്കും നിങ്ങളെ സ്ഥിതി? നിങ്ങൾ രാത്രി വീട്ടിൽ കള്ളം വരും, ചുറ്റുപാടും കള്ളം കയറുന്നുണ്ട്. എന്തായിരിക്കും ഉള്ള സ്ഥിതി? ഇവിടെ മര്യാദയ്ക്ക് ഉറങ്ങുമോ? ഉറങ്ങില്ല. അത് മനുഷ്യ സഹജമാണ്. അപ്പൊ എപ്പ ആന വരുന്നു, എപ്പ പുലി വരുന്നു, ഒരു ഐഡിയ ഇല്ല. ഇപ്പം ആനകൾ കെട്ടിടങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ഇതുവരെ അല്ലായിരുന്നു. പുതിയൊരു സ്വഭാവ മാറ്റം കഴിഞ്ഞ 6 മാസമായിട്ട് കാണുകയാണ്. വീടുകളുടെ വരാന്തകൾ മറ്റും ഇടിച്ചു പൊളിക്കാൻ തുടങ്ങി. ഇതൊരു സൈക്കോളജിക്കലി ചേഞ്ചാണ്. ഈ ചേഞ്ച് ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ള സാധനമാണ്. ആനക്കറി അതിൻ്റെ അകത്ത് ആളുണ്ട്. അത് ആന ഒരു മര്യാദ പാലിച്ചു പോവുകയാണ്. ആ മര്യാദയുടെ അതിർവരമ്പുകൾ മൃഗങ്ങൾ ലംഘിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായ ലക്ഷണമാണ്. എന്താ നമ്മൾ കെട്ടിയ ചുമര്, ഒന്നുകിൽ ഇഷ്ടിക അല്ലെങ്കിൽ കല്ല്. ഒരു കല്ല് വെച്ച് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്നത്. അതൊന്നും ആ തുമ്പി കൊണ്ടൊന്ന് തിരക്കിയാൽ അത് കഴിഞ്ഞു. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആനിമൽസിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കാണായിട്ടോ റിസർച്ച് അതോറിറ്റി ഇത് മനസ്സിലാക്കിയിട്ടില്ല. ഇടിച്ച് പൊളിച്ചോട്ടെ തന്നെയാണ് ധാരണ. ഈ മലയോര മേഖലയിൽ നിന്ന് മനുഷ്യന്മാർ ഇറങ്ങിപ്പോണം. പശ്ചിമഘട്ടത്തിന്റെ വനവിസ്തൃതി വർദ്ധിക്കണം. ഇവിടെ ഓക്സിജൻ പ്രൊഡക്ഷൻ ഉണ്ടാവണം. ചൂട് നിയന്ത്രിക്കണം ലോകത്ത്. അതിന് നമ്മൾ ഈ പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന ഈ അറിയപ്പെടുന്ന 1.5 കോടി ജനങ്ങൾ അതിന് വിധേയമായി കൊടുക്കണം. അതാണ് എക്സിസ്റ്റൻസിന്റെ പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അപ്പോൾ ഈ സതീശനത്തിനത് ഗുണമായി മാറും എന്ന് തോന്നുന്നുണ്ട്. എന്ത് സതീശൻ? ഏത് സതീശൻ? കാണുന്നില്ലല്ലോ. മുക്കാ പിണറായിയോ? ഒരു പിണറായി ഏറ്റുമുട്ടിയിട്ട് ആടി നടക്കില്ലേ? ഇനെന്ത് മുക്കാ പിണറായിയ? ജനങ്ങൾക്കെതിരെ ഏറ്റുമുട്ടുന്നത് ഹിറ്റ്ലർ മുസോളിനി ഇവിടെ തോറ്റു മാഷെ അല്ലേ? ഹിറ്റ്ലർ മുസോളിനി തോറ്റില്ല. ആരെ തോൽപ്പിച്ചത്? ജനമാണ് തോൽപ്പിച്ചത്. ആ ജനത്തിന്റെ ഒപ്പം ഞാൻ ആര്യാടനെ കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് നേരത്തെ വന്നൊരു നാടകത്തിലായിരുന്നു. എങ്ങനെ ആര്യാടനെ കണ്ടിട്ട് വലിയൊരു സൗഹൃദമൊന്നും പങ്കുവച്ചില്ല. സ്വരാജ്യം ആര്യാടനും ഞാൻ അത്ര സൗഹൃദമേ ഉള്ളൂ. ഇല്ലാത്ത സൗഹൃദം എന്തിനാ പങ്കുവെക്കുന്നു? അതൊരു അഭിനയം എന്ന് തോന്നി എന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ തോന്നിയോ? പുള്ളി നല്ല അഭിനേതാവും കഥ എഴുത്തുകാരനല്ലേ. അദ്ദേഹത്തിന്റെ ഭാവി ഈ വെറുതെ ഇതിലെ നടന്നിട്ട് നശിപ്പിക്കരുത്. അദ്ദേഹം ചെന്നൈയിലേക്ക് താമസം മാറ്റണം. കാരണം സിനിമാ പ്രൊഡക്ഷൻ എവിടെയാണ് കാര്യം? ചെന്നൈയില്. എന്നിട്ട് താങ്കൾ പക്ഷെ ഒരു എതിരാളിയല്ല. കാര്യം ഒരു അദ്ദേഹം കഥ എഴുതണം. മനസ്സിലായില്ലേ? നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുമല്ലോ. അത് എഴുതട്ടെ. ഓക്കെ. അല്ല, എനിക്ക് ആരും എതിരില്ലല്ലോ. നമ്മളെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പ്രതിനിധിയാണ്. ഇവിടുത്തെ സ്ട്രീറ്റ് കച്ചവടക്കാരുടെ പ്രതിനിധിയാണ്. നമ്മളൊരു വളരെ എന്റെ ശിശുവല്ലേ, ശശുവോ എന്തായാലും പറയാ, ഫിഷുവോ, ഞാൻ വാക്കൊന്നും കിട്ടുന്നില്ല. എന്തായാലും അൻവറിന് വലിയ പ്രതീക്ഷയാണ് ഇപ്പോഴും. അദ്ദേഹം അഭിനയിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തുമായി ആലിംഗനത്തിന് പോവാതിരുന്നതെന്നും അദ്ദേഹം പറയുന്നു.